Good morning. Good morning. Good morning. Happy morning. എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ഇന്നത്തെ സെഷനിലേക്ക്. വാം വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ട് എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഹാപ്പി അല്ലേ? 2025 വളരെ അടിപൊളിയായിട്ടല്ലേ പോകുന്നത്? സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മൾ പുതിയ ഹാബിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? പറ്റും. കാരണം നിങ്ങൾ ഡെയിലി മോർണിംഗ് ക്ലാസ് മെഡിറ്റേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ, കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും വീഡിയോ മോഡിൽ വരൂ കേട്ടോ. വീഡിയോ മോഡിൽ ഇരിക്കുക. നിങ്ങൾ പൊസിഷൻ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ വീഡിയോ മോഡിലും കൂടെ വരുമ്പോൾ ഒന്നും കൂടെ അത് പവർഫുൾ ആയിരിക്കും. ഓക്കെ, അത്രയും കോൺസെൻട്രേഷനോട് കൂടിയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. നമ്മുടെ ക്രിയേറ്റർ നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ലൈഫിൽ അത്രയും അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണത്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? ഒന്ന് ഗസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാമോ? ഒരു കാര്യം കൂടെ പറയാം. നമ്മളെക്കാൾ നമ്മളെപ്പോഴും വാല്യൂ നൽകുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് അതിനായിരിക്കും. നമ്മളെക്കാൾ എപ്പോഴും നമ്മൾ വാല്യൂ കൊടുക്കുന്നത് അതിനായിരിക്കും. എന്താണ്? ഗസ് ചെയ്യാൻ പറ്റുമോ? പാരൻസ് എന്ന് പറയുന്നു, തോട്ട്, ഹെൽത്ത്. ഓക്കെ, ഞാൻ തന്നെ പറയാം. നമ്മുടെ മക്കളാണ് അല്ലേ? നമ്മുടെ മക്കളാണ് നമുക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റ് അല്ലേ? സമയം, മക്കൾ. അതെ. ഇപ്പോ ഒരു കാര്യം എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ സെൽഫിലേക്ക് കുറെ കൂടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സെൽഫിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ബ്ലെസ്സിങ്സിലേക്കും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ അത്രയും വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത്? നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് നമ്മളൊരു പാരന്റ് ആവുന്നത് വരെ നമ്മൾ പ്രയോറിറ്റി നൽകിയിട്ടുണ്ടായിരുന്നത് ആർക്കായിരുന്നു? നമുക്കായിരുന്നു അല്ലെ? നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ സന്തോഷങ്ങള്, നമ്മുടെ വെൽബീയിങ്, അങ്ങനെ നമ്മുടെ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ഡ്രസ്സിങ്, പല കാര്യങ്ങളും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? എന്നാൽ ഒരു പാരന്റ് ആയതിനു ശേഷം എന്താണ്? പിന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്കാണ് അല്ലേ? അവരൊന്ന് നന്നായി കാണണം, അവർ സന്തോഷിക്കണം, അവരുടെ ആരോഗ്യം, അവർക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് കൊടുക്കണം. ഇതിനൊക്കെ ആയിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവാറുള്ളത്? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവരുടെ ലൈഫിൽ അവർ സെറ്റിലായി കാണണം അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ പിന്നീടുള്ള സ്വപ്നങ്ങൾ വരിക. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ആകെ ആ ഒരു ഷിഫ്റ്റ് ചെയ്യാൻ സംഭവിക്കണേ അല്ലേ? നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ ഷിഫ്റ്റ് ചെയ്യാണ്. അവരുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അവരൊന്ന് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മൾ സങ്കടപ്പെട്ടു. അത്രയും അറ്റാച്ച്ഡ് ആണ് നമ്മൾ. അതുപോലെ അത്രയും ആങ്ഷ്യസ് ആണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അല്ലേ? അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്
നമ്മുടെ മക്കള് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ അതിനുള്ള റീസൺസ്, അതുപോലെ അതിനുള്ള സൊല്യൂഷൻസ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങളുടെ മക്കൾ, ഇപ്പം പാരൻസ് ആയിരിക്കും കൂടുതൽ ഇവിടെ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, പാരൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് പഠനവുമായി ബന്ധപ്പെട്ടും അവരുടെ ആ ഒരു ലൈഫിൽ ഇപ്പോഴുള്ള ഒരു അഡോളസെൻസ് പീരീഡ് അല്ലേ, ഒരു 10 to 19, അല്ലെങ്കിൽ അത് കുറച്ച് താഴെ മുതൽ 8 to 19 വരെ, അതുവരെയൊക്കെയുള്ള ഒരു സമയമാണ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രഗ്ലിംഗ് ആയിട്ട് കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് പഠനവുമായൊക്കെ ബന്ധപ്പെട്ട്. അതുവരെയൊക്കെ അവർ ഓക്കെ ആയിരിക്കും, ഒരു 3rd സ്റ്റാൻഡേർഡ് വരെയൊക്കെ അവർ ഓക്കെ ആയിരിക്കും. അവിടുന്ന് അങ്ങോട്ടാണ് കുട്ടികളിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെജോറിറ്റി കേട്ടോ, അതിന് മുൻപ് ഉണ്ടാവാറുണ്ട്, മെജോറിറ്റി വരുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? എന്താണ്, ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? പഠിച്ചത് ഓർമ്മയിലില്ല, ഓക്കെ, ശ്രദ്ധക്കുറവ്. എല്ലാവരും ടൈപ്പ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ അത്രയും നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികൾ ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ. ടെക്സ്റ്റ് ചെയ്യാൻ പഠിച്ചു നിൽക്കരുത് കേട്ടോ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം അല്ലേ. നമ്മളൊരു ക്ലാസ്സിലിരിക്കുമ്പോൾ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോൺ അഡിക്ഷൻ ഉണ്ട്, പേടിയുണ്ട്, ശ്രദ്ധക്കുറവ്, മടി. ഓക്കെ, ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ആണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒട്ടും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തൊരു കേസാണ് അല്ലേ. നമ്മുടെ മക്കൾ അത്രയും പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് ഒരു പ്രോബ്ലം പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം ആണ് അല്ലേ. നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ സ്വന്തത്തോട് തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് വരും, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലേ. എനിക്കൊന്നിനും കഴിയില്ല, ഞാനൊന്നിനും പോരാ, അങ്ങനെ ഒരു ഇൻട്രോവേർട്ടായിട്ട് അവർ എല്ലാ കാര്യങ്ങളിൽ നിന്നും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും പാഠ്യേതര കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു ഇൻട്രോവേർട്ടായി പോകുന്ന ഒരു അവസ്ഥ അല്ലേ. ഒന്നിനൊരു കോൺഫിഡൻസ് ഇല്ല, അതുപോലെ കറേജിയസ് അല്ല, ഒരു ധൈര്യമില്ല. ഇപ്പോൾ ഒരാളോട് ഒരു കാര്യം പറയാനൊരു ധൈര്യമില്ല, അല്ലെങ്കിൽ ഒരു പഠനവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ഒരു ഡൗട്ട് ചോദിക്കാൻ പോലും കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. അവരെങ്ങനെയായിരുന്നു ആദ്യം ഒരു 3rd സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 4th സ്റ്റാൻഡേർഡ് വരെ അവർ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിരിക്കും. അവിടുന്ന് അങ്ങോട്ടാണത് ഏകദേശം മെജോറിറ്റി കുട്ടികളിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവര് മിടുക്കരായിരുന്നു. ചില പാരൻസ് പറയാറുണ്ട്, നല്ല ചെറുപ്രായത്തിൽ നല്ല മിടുക്കരായിട്ട് നല്ല ക്ലാസ്സിൽ ടോപ്പർ ആയിരുന്നു, പിന്നെ അങ്ങോട്ടാണ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അല്ലേ, അങ്ങനെ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പ്രസന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മീൻസ് സ്റ്റേജിൽ കയറാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഉൾവലിഞ്ഞു വരികയാണ്. എന്താണ് ഇതിന്റെ റീസൺ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം അല്ലേ, അത് ക്ലിയർ ചെയ്യണം. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരാളോടൊരു കാര്യം ചെന്ന് വളരെ നല്ല രീതിയിൽ ഒന്ന് ചോദിക്കാൻ പറ്റുന്നില്ല, പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒട്ടും ഓക്കെ അല്ല, ഞാൻ മോശമാണ്, എന്നോടൊന്നിനും കഴിയില്ല എന്നുള്ള ഒരു ചിന്ത വരികയാണ്. അപ്പം അതിൻ്റെ റീസൺസിലേക്കൊന്ന് പോയി നോക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് റീസൺ ആയിട്ട് വരുന്നത്? ആ ഒരു പ്രോബ്ലം അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് അവരെ കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഒരു വാല്യൂ ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? കമ്പാരിസൺ ആണ്. അതിൽ വരുന്ന ഒരു ഫസ്റ്റ് റീസൺ കമ്പാരിസൺ, കോൺസ്റ്റന്റ് കമ്പാരിസൺ വിത്ത് ഹൈ അച്ചീവിങ് പിയേഴ്സ് അല്ലേ.
പീസ്. അപ്പൊ അവര് പഠിക്കുന്ന സ്കൂളില് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കൂട്ടത്തില് അല്ലെങ്കിൽ നെയ്ബേഴ്സിന്റെ കൂട്ടത്തിലൊക്കെ ഉള്ള കുട്ടികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഉണ്ടാവാറില്ലേ അങ്ങനെ? കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിക്കും നമ്മുടെ മക്കളെ. അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ആ, അവരെ ബാധിക്കുന്നത് എങ്ങനെയാണ്? മോശമായിട്ടാണ് അത് ബാധിക്കുന്നത്. അവര് ഇപ്പം ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞിട്ട് അവർക്ക് ഇപ്പം കുട്ടികൾ ഒരു ആൻസർ ഷീറ്റുമായിട്ട് കുട്ടി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആൻസർ ഷീറ്റിലേക്ക് ഒന്ന് നോക്കും. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ്? ആ, നിന്റെ ഫ്രണ്ടിന് എത്രയുണ്ട്? ഒരു പേര് പറഞ്ഞിട്ട് അവൾക്ക് എത്രയുണ്ട്? അല്ലെ? അല്ലെങ്കിൽ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ എത്രയുണ്ട്? നമ്മൾ ചോദിക്കാറുണ്ട്. അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ മക്കളിൽ ഉണ്ടാക്കുന്നത്. അവർക്ക് അവരോട് തന്നെ ഒരു ഒട്ടും അവർക്ക് സെൽഫ് ലവ്, നമ്മൾ സെൽഫ് ലവിനെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്നവരാണ് അല്ലേ? സെൽഫ് ലവ് നമുക്ക് മാത്രം വേണ്ടതാണോ സെൽഫ് ലവ്? ആണോ? അല്ല, നമ്മുടെ മക്കൾക്കും അവരോട് സെൽഫ് ലവ് വേണം അല്ലേ? എങ്കിലേ അവരുടെ ലൈഫിൽ അവരും സക്സസ് ആവുകയുള്ളൂ. ഞാൻ ഫസ്റ്റ് പറഞ്ഞതനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു പാരന്റ് ആവുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ലക്ഷ്യം തന്നെ എന്താണ്? നമ്മുടെ മക്കളുടെ ഹാപ്പിനെസ്, അവരുടെ കരിയർ, അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കമ്പാരിസണിലൂടെ നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അതിലൂടെ അവർക്ക് വരുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട് അവരുടെ ഉള്ളിൽ. ഞാൻ മോശമാണ്, ഞാൻ ഓക്കെ അല്ല, ഞാൻ ബെറ്റർ അല്ല, എനിക്കൊന്നിനും കഴിയില്ല, മറ്റുള്ളവരാണ് ബെറ്റർ എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പം കമ്പാരിസന്റെ കേസ് വരുമ്പോൾ നമ്മൾ നമ്മളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ പാർട്ട്ണർ, ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, അടുത്ത വീട്ടിലൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണ്. ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആണ് പറയുന്ന ഒരു വൈഫിനെ കുറിച്ച്, ആ, അപ്പുറത്തെ വീട്ടിലെ അവളുണ്ടല്ലോ, അവൾ അടിപൊളിയാണ്, അവൾ നന്നായിട്ട് മക്കളെ കെയർ ചെയ്യുന്നുണ്ട്, അവൾ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് കണ്ടാൽ എന്തൊരു ഭംഗിയാണെന്നോ, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടുമോ? നമുക്ക് എന്താ വരാ? നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ് വരും. ആ ഒരു ഓപ്പോസിറ്റ് നമ്മുടെ ഹസ്ബൻഡിനോട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡിനോട് അവർ വൈഫ് പറയാണ് ഈ രീതിയിൽ എന്നുണ്ടെങ്കിൽ അവരോടൊരു വെറുപ്പായിരിക്കും നമുക്ക് വരിക അല്ലേ? നമ്മളവിടെ എന്താവുക? ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. ഓക്കെ, അപ്പോൾ ഇതിന് റീസൺ ആരാണ്? ഈ കുട്ടികളുടെ ലോ സെൽഫ് എസ്റ്റീമിന് കാരണമാവുന്നത് ആരാണ്? നമ്മൾ പാരൻസ് ആണ്. പാരൻസ് മാത്രമല്ല, ടീച്ചേഴ്സ് ഉണ്ടാവാം, സിബ്ലിങ്സ് ഉണ്ടാവാം, ചുറ്റുപാടിലുള്ള ആളുകൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ലോകത്ത് പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ല. അത് മാത്രമല്ല, ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. നമ്മൾ കാണാൻ മനുഷ്യരെല്ലാവരും ഏകദേശം ഒരുപോലെയാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള സ്കില്ല്, അതുപോലെ പൊട്ടൻഷ്യലൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്ത്, ഇൻസ്പയർ ചെയ്ത്, ഏത് ഏരിയയാണ് അവർക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അവരെ ഫോക്കസ് ചെയ്യിപ്പിച്ച് അതിലൊരു സക്സസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരന്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഒരു കയ്യിലുള്ള വിരലുകൾ പോലെയാണ് അല്ലേ? ഒരു കയ്യിലുള്ള വിരലുകൾ എല്ലാം വിരലുകളാണ്, പക്ഷെ എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ? നീളത്തിലും വലുപ്പത്തിലൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം അതുപോലെ തന്നെയാണ് ഒരു വീട്ടിലുള്ള മക്കളാവട്ടെ, ഒരു ഏരിയയിലുള്ള മക്കളാവട്ടെ, ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളുണ്ട്. അത് പാരൻസ് മനസ്സിലാക്കുക. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കും ഒരേ കഴിവുകളല്ല അല്ലേ? അപ്പോൾ നമ്മൾ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ ഇൻസ്പയർ ചെയ്ത്, ഇറ്റ്സ് ഓക്കെ. നമ്മളൊരു എക്സാം പേപ്പർ കിട്ടുന്ന സമയത്ത് കുട്ടിക്ക് മാർക്ക് അല്പം കുറഞ്ഞു പോയി. ആ വരുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആധി എത്രയായിരിക്കും അല്ലേ? നമ്മൾ ആ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ അവരെ കാണുക. നമ്മളിപ്പോൾ ഒരു 35 വയസ്സുള്ള അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരു പാരന്റ് ആണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആ ഒരു ലൈഫിന്റെ ആ ഒരു
ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഒരിക്കലും കുട്ടികളോട് ബിഹേവ് ചെയ്യാൻ പാടില്ല, അല്ലേ? കാരണം എന്താണ്? അവർക്ക് ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്. 10 വയസ്സിന്റെ എക്സ്പീരിയൻസ് അവർക്കുള്ളൂ. അവർക്കൊന്നും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് അതൊന്നും ആഹ്, അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല, അല്ലേ? അപ്പം പാരന്റിംഗ് എന്ന് പറയുന്നത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു വലിയൊരു ഔട്ട്പുട്ടാണ് നമ്മൾ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമ്മൾ പറയും എപ്പോഴും, "നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. നിനക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ ഉള്ളത്? നീ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. എന്നിട്ടും നീ ഇങ്ങനെ മാർക്ക് കുറഞ്ഞു വരുന്നു." അല്ലേ? മാർക്ക് എന്നുള്ളതാണോ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മെയിനായിട്ടുള്ള ഒരു ഇത് വരുന്നത്, ജീവിത ലക്ഷ്യമായിട്ട് വരുന്നത്? ഒരു വളരെ ആഹ്, എന്താ പറയാ, നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാവാന്നുള്ളതാണ്. അല്ലേ? നമ്മളിപ്പോ ഒരുപാട് ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ട്രോമ എത്രത്തോളം നമ്മുടെ മക്കളെ നല്ലൊരു വ്യക്തിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എന്താണ്? അവര് ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവരെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഒരു പോസിറ്റീവ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. നമ്മുടെ മക്കളോടാവട്ടെ, നമ്മളെപ്പോഴും എപ്പോഴും എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഭാഗത്തൊരു തെറ്റ് വരുമ്പോൾ, നമ്മളെ മറ്റുള്ളവര് അത് തിരുത്തി ചേർത്ത് പിടിച്ച് നമ്മുടെ ഒരു സോഫ്റ്റ് ആയിട്ട് നമ്മോട് സംസാരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമുക്കിഷ്ടം? നമ്മുടെ ഭാഗത്തൊരു തെറ്റ് വരുന്ന സമയത്ത്. അതിന് പകരമായിട്ട് അവർ നന്നായിട്ട് ഷൗട്ട് ചെയ്യും, നമ്മളെ ടോർച്ചർ ചെയ്യും, ഫിസിക്കലി, മെന്റലി നമ്മളെ ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും അത് ഇഷ്ടപ്പെടുന്നില്ല. അത് വീണ്ടും നമ്മൾ ആ ഒരു നെഗറ്റീവിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പാരന്റ്സ് എന്ത് ചെയ്യുക? കമ്പാരിസൺ നിർത്തുക. കാരണം അവർക്ക് അവരോട് തന്നെ ഒരു വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ് ഇവയെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ രീതിയിലായിരിക്കണം. ഈ ഒരു നോളജ് കിട്ടിയ ആളുകളാണ് നമ്മൾ, അല്ലേ? ഈ ഒരു വിസ്ഡം കിട്ടിയ ആളുകളാണ് നമ്മൾ. അപ്പൊ ഇനി നമ്മുടെ മക്കളിലേക്ക് അത് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ആയിട്ട് വരുന്ന എന്താണ്? പാരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നൊക്കെയുള്ള ക്രിറ്റിസിസം, അല്ലേ? കുറ്റപ്പെടുത്തലുകള്, കളിയാക്കലുകള്. നമ്മൾ ഏതൊരു സമയത്തും നമ്മുടെ മക്കളോട് നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ഔട്ട്പുട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവർക്ക് എപ്പോഴും നമ്മൾ ഇപ്പം ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ പഠിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അവർ നല്ലാതെ അവരെ ദിവസം അവർ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ത്? പഠിക്ക്, പഠിക്ക്, പഠിക്ക്. നിനക്ക് പിന്നെ നീ പഠിക്കാതിരിക്കല്ലേ? നിനക്ക് എന്തിന്റെ കുറവാ അവിടെ ഉള്ളത്? ഈ ഒരു ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ, അതുപോലെ നീ എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത്? അല്ലേ? ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ കുറ്റപ്പെടുത്തി 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 കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും ഒരു എനർജി ഫീൽ ചെയ്യില്ല. പഠിക്കാനായിട്ടുള്ള ഒരു എനർജി ആ കുട്ടിക്ക് ഫീൽ ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയെ തന്നെ വെറുക്കുകയാണ്, ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നെഗറ്റീവ് വേർഡ്സിന് നെഗറ്റീവ് പവറാണുള്ളത്, എനർജി പവറാണുള്ളത്. അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുക. കുറച്ച് സമയം നീ പഠിക്കുക. അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കറക്റ്റായിട്ട് നമ്മൾ സ്കെഡ്യൂളായിട്ട് നമ്മൾ ഒരു ടൈം ടേബിളൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള, നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് അതൊക്കെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ വല്ലാതെ പിടിച്ചു വെച്ച്, എന്താ പറയാ, അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒന്നൊരു ഫ്രീഡം കൊടുക്കാതെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുക. അവരൊരു റിബൽ ക്യാരക്ടറിലേക്ക് പോകും. ഒരു 18 ഇയേഴ്സ് ഒക്കെ ആകുന്ന സമയത്ത് അവർ നമ്മുടെ കയ്യിൽ ഒരിക്കലും നിൽക്കില്ല. അവർക്ക് ഫ്രീഡം കിട്ടുന്ന തരത്തിലേക്ക് അവർ നമ്മളിൽ നിന്നും പോകും. ഇല്ല, നമ്മളെപ്പോഴൊക്കെ പറയാറുണ്ട് പല പാരൻസും, എല്ലാം അനുസരിച്ചിരുന്ന ഒരു കുട്ടിയാണ്, ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. ചെറിയ പ്രായത്തിൽ നല്ല അനുസരണയും ഒക്കെ ഉള്ള കുട്ടിയായിരുന്നു, ഇപ്പൊ ഒന്നും പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്യാണ് എന്നുള്ളതൊക്കെ. അതിനൊക്കെ റീസൺസ് ആര് തന്നെയാണ്? നമ്മൾ പാരൻസ് തന്നെയാണ്. അപ്പൊ ഒരുപാട് ട്രോമാസ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്.
അപ്പം ഇങ്ങനെ ഈ ഒരു ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്? ക്ലാസ്സിൽ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെന്നല്ല, ചില ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അല്ലെ, നമ്മുടെ കുട്ടികൾ കൗൺസിലിങ്ങിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ആ ഒരു സെൽഫ് എസ്റ്റീം കുറയുക മാത്രമല്ല, ആ ഒരു സ്കൂൾ ലൈഫിനോട് തന്നെ ഒരു വെറുപ്പ് ഫീൽ ചെയ്യും. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ അടുത്തേക്കാണ് ഇവർ പോകുന്നത്. യെസ്, റസാഖ് സാറ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, അപ്രീഷിയേറ്റ് ചെയ്യാന്ന് അത് നമ്മുടെ ഒരു നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ശരി എന്നുള്ളത്. പക്ഷെ അതല്ല ശരി. നമ്മുടെ പാരന്റ്സ് എന്താണോ നമുക്ക് നൽകിയിട്ടുള്ളത്, അതാണ് നമ്മളിപ്പം നമ്മുടെ മക്കളിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പാരന്റ് ഉണ്ട് എന്നാ പറയാ. കാരണം നമ്മുടെ പാരന്റ്സിന്റെ ഇമോഷൻസ്, അവരുടെ റിയാക്ഷൻസ് ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടുന്ന് തന്നെ ഒരു പാരന്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ നമ്മുടെ മക്കളെ, അത്രയും പ്രീഷ്യസ് ഗിഫ്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വാല്യൂ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഇത്തരം ഇഷ്യൂസും അവരുടെ സെൽഫ് എസ്റ്റീം നന്നായിട്ട് കുറക്കും. അതുപോലെ തന്നെ മറ്റെന്താണ് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ത്? സ്ട്രഗിൾ വിത്ത് ബോഡി ഇമേജ് ഓർ പിയർ അക്സെപ്റ്റൻസ്. കുട്ടികളുടെ സെൽഫ് എസ്റ്റീം കുറക്കാൻ കാരണമായിട്ടുള്ള ഒരു റീസൺ ആണ് എന്ത്? ബോഡി ഷേമിങ് അല്ലേ, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറച്ച് നമ്മുടെ കുട്ടികളുടെ ഒരു ബോഡി ലാംഗ്വേജ്, ചിലപ്പോൾ കുറച്ചൊരു തടിച്ച കുട്ടിയാവാം, അല്ലെങ്കിൽ വളരെ മെലിഞ്ഞൊരു കുട്ടിയാവാം, അല്ലെങ്കിൽ കുറച്ച് നിറം കുറഞ്ഞ കുട്ടിയാവാം. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ കാര്യങ്ങളിലൊക്കെ ചില കുട്ടികൾക്ക് ബോഡി ഷേമിങ് അല്ലേ, കുട്ടികൾ കളിയാക്കും, ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട്. അതുപോലെ പാരൻസ്, സിബ്ലിങ്സ്, അടുത്തുള്ളവരൊക്കെ കളിയാക്കും. ഇനി ബോഡി ഷേമിങ് അനുഭവിക്കുന്ന കുട്ടികൾക്കും സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. അപ്പൊ എന്താണ് നമ്മുടെ ഭാഗത്തു നിന്നും ഇതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടത്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം പിയർ അക്സെപ്റ്റൻസ്. ഈ ഇവരുടെ കൂട്ടുകാരിൽ ഇപ്പം അക്സെപ്റ്റൻസ് ഇല്ലാതെ പോവുക അല്ലെ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമ്മുടെ കുട്ടികൾ അനുഭവിക്കാറുണ്ട്. ഇവയെല്ലാം ഇവരുടെ സെൽഫ് എസ്റ്റീമിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ഒരു ബോഡി ഷേമിംഗ് ഒക്കെ അനുഭവിക്കുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു അവസ്ഥയെ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും അതിനൊരു വാല്യൂ നൽകാനായിട്ടും അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അതാണ് പാരൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ് മൈസെൽഫ് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ ഹാപ്പി ആക്കുക, നമ്മുടെ അടുത്തൊരു സ്പേസ് അവർക്ക് വേണം കേട്ടോ. അപ്പോൾ അവരൊരുപാട് അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. ഒരു ഫ്രണ്ടിനെ പോലെ നമ്മൾ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുക. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് അവരുടെ ലോ സെൽഫ് എസ്റ്റീമിന് കാരണമാവുന്നത്. ഈ ലോ സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ അവർക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കില്ല. അവരെപ്പോഴും ഉൾവലിഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. ഇത് അവരുടെ കരിയറിൽ വല്ലാത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പൊ ഇവരെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യപടിയായിട്ട് നമ്മൾ ചേഞ്ച് ആവുക എന്നുള്ളതാണ്. പാരന്റ്സ് ചേഞ്ച് ആവുക. ഒരിക്കലും കുട്ടികളെ കമ്പയർ ചെയ്യരുത്, അതുപോലെ ക്രിറ്റിസൈസ് ചെയ്യരുത്, കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. നമ്മുടെ മക്കളാണ്, അവര് വളർന്നു വരുന്നവരാണ്, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, അവർക്ക് ഒരുപാട് കാലത്ത് ലൈഫ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു 10 വയസ്സുകാരനോട് 10 വയസ്സുകാരനായിട്ട് നമ്മൾ സംസാരിക്കണം. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഒരിക്കലും സംസാരിക്കരുത്. ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ടാണ് അല്ലെ. ഉപദേശം ഒട്ടും മക്കൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഉപദേശം അല്ലേ. ഇപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ കേൾക്കേണ്ടായി 30 സെക്കൻഡ്സ് മാത്രമേ നമ്മൾ ഉപദേശിക്കാൻ പാടുള്ളൂ. അതിലേറെ ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഈ ഉപദേശം ഇഷ്ടപ്പെടുന്നത് ഒരാൾക്ക് മാത്രമാണ്. ആർക്കാണ്? ഉപദേശിക്കുന്നവർക്ക് മാത്രമാണ് ഉപദേശം ഇഷ്ടമുണ്ടാവുക, അത് ആസ്വദിക്കാൻ പറ്റുക. കേൾക്കുന്നവർക്ക് ഒട്ടും അത്
സ്വീകാര്യമല്ല, അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അവരുടെ ഒരു പ്രായം, ഒരു അഡോളസൻ ഏജ് എന്ന് പറയുന്നത് ഒട്ടും അവർ ഇഷ്ടപ്പെടുന്നില്ല ഉപദേശം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക. നമുക്ക് എത്രയോ പഠിക്കാനുള്ള അവസരമുണ്ട്. ഇത് മാത്രമല്ല, ഇത്രയും ട്രോമ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? അവരെ രക്ഷപ്പെടുത്തണം നമുക്ക്, അല്ലേ? ഇത്രയും കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് കൊടുക്കാതെ നോക്കാം. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാം. ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പയർ ചെയ്യാതെ, ക്രിറ്റിസൈസ് ചെയ്യാതെ, അവരെ ആ ഒരു സെൽഫ് അക്സെപ്റ്റൻസ് ഒക്കെ പഠിപ്പിച്ച്, സെൽഫ് ലവ് ഒക്കെ പഠിപ്പിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഇതുവരെ അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയ ട്രോമ, അല്ലെ, നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇതെങ്ങനെ നമുക്ക് അവരിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും? ഇങ്ങനെയാണ് അവരുടെ ഹീലിംഗിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അവരെ നമുക്കിപ്പോൾ കോഴ്സിലേക്ക് വന്നവർക്ക് അറിയാം, നമ്മുടെ ഓരോ പ്രോബ്ലംസ് എടുത്ത് നമ്മൾ ഹീൽ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ എനർജി ഹൈ ആവുകയും നമുക്ക് ഈ ഒരു ട്രോമയൊക്കെ നടക്കുന്ന സമയത്ത്, സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ലിമിറ്റിംഗ് ബിലീഫുകൾ, എന്നൊന്നിനും കൊള്ളില്ല, ഞാനൊന്നിനും പറ്റില്ല എന്നുള്ള ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് നമുക്ക് ഈ ട്രോമാസ് ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും കുട്ടികൾക്ക് സെൽഫ് ലവ് അതുപോലെ സെൽഫ് എസ്റ്റീം ആ ഒരു ഹൈ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കുകയും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുത്ത് അവർക്ക് പഠിക്കാനും അവർക്ക് പാഠ്യേതര വിഷയങ്ങളിൽ മുന്നേറാനും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഔട്ട്പുട്ടിലേക്ക് കുട്ടികളെ എത്തിക്കാനും സാധിക്കും. അപ്പോൾ തിരുത്തേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള കുട്ടികളിലേക്ക് കൊടുത്തിട്ടുള്ള ട്രോമ തിരുത്തേണ്ടതും നമ്മൾ തന്നെയാണ്. 4 years ഉള്ള കുട്ടിയെ ഇങ്ങനെ കോഴ്സ് ചെയ്യാൻ. ഓക്കെ, കുട്ടികൾ വില്ലിങ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ക്ലാസ്സുകൾ കേട്ട് അവർ ടാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഈ January 13 നമുക്ക് സ്റ്റുഡൻറ് CFT കോഴ്സ് ഉണ്ട്. സെക്കൻഡ് ബാച്ചാണ്. ഫസ്റ്റ് ബാച്ചിലുള്ള കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് വളരെ ചേഞ്ചസ്. കഴിഞ്ഞ സൺഡേ സുധീർ സർ ഷെയർ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് സബ്ജക്റ്റിനുള്ള ഒരു ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നും ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ട്രോമ ഹീൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കോഴ്സിലേക്ക് വന്ന ആളുകളൊക്കെ പറയാറുണ്ട്, ഇത് കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ, അല്ലേ? ശരത് സർ ഒന്ന് ഒരു നമ്പർ ഒന്ന് ഷെയർ ചെയ്യണേ. നമ്പർ ഷെയർ ചെയ്യും, അതിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? നമ്മുടെ കോഴ്സിലേക്ക് വന്ന ആളുകൾ പറയാറുണ്ട് ഈ ഒരു ടൂള്, അല്ലേ, EFT എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എത്ര ബെറ്റർ ആയിരുന്നു, അല്ലേ? പറയാറുണ്ട്. ഒരു കുറച്ച് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ. അപ്പോൾ നമ്മുടെ മക്കൾ എന്ന് പറയാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ബേസിക്സ് ലെസൺസ് എന്നാണ് ഞാൻ പറയാറുള്ളത്. ഈ ഒരു സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ട്രോമ ഹീലിംഗ് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ബേസിക്സ് ലെസൺസ് ആണ് ലൈഫിൻ്റെ, അല്ലേ? നമ്മുടെ എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു ഹാപ്പി ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ ട്രോമകളും ലിമിറ്റിംഗ് ബിലീഫുകളും നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ നമ്മൾ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, വളരെ പ്രീഷ്യസ് ആയിട്ട് ഉള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്. നമ്മൾ ഒരുപാട് അല്ലേ, നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻസ് പല രീതിയിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ലോങ് അവർക്ക് യൂസ് ചെയ്യാനും എന്തൊരു പ്രോബ്ലം വരുമ്പോഴും അവർക്ക് അത് ഹീൽ ചെയ്ത് അവരുടെ ലൈഫിൽ മുന്നേറാനും അവർക്ക് സാധിക്കും. ഇത് അതിൻ്റെ ഒരു റിയാലിറ്റിയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മക്കള് അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്ത്? മെമ്മറി ചാലഞ്ചസ്, അല്ലേ? മെമ്മറി ചാലഞ്ചസ് എന്താണ്? ഓർമ്മ കുറവ്, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എക്സാമിന് പഠിച്ചു പോയി കഴിഞ്ഞാലും അവിടെ എത്തുമ്പോൾ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലേ? അതിന്റെ റീസൺസ് എന്താണ്? അതിന്റെ ഫസ്റ്റ് റീസൺ ആയിട്ട് വരുന്നത് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ആണ്. നമ്മുടെ മക്കള്
അനുഭവിക്കുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയാണ് അതിൻ്റെ റീസൺ വരുന്നത്. നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു, പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു, അവർക്ക് യൂണിഫോം, പെന്ന്, ബാഗ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു, ട്യൂഷൻ വിടുന്നുണ്ട്. അത് മാത്രമല്ല അവർക്ക് വേണ്ടത്. അവർക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ വീട്ടിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഹാപ്പി ആയിട്ടിരിക്കുക, അവർ ഹെൽത്തി ആയിട്ടിരിക്കുക, മെൻ്റൽ ഹെൽത്ത് അല്ലേ, നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല മെൻ്റൽ ഹെൽത്ത്. ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോകും, അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും അല്ലേ. പക്ഷെ മെൻ്റലി നമ്മളുടെ മക്കള് ഡൗൺ ആണെങ്കിൽ, നമ്മൾ ഡൗൺ ആണെങ്കിൽ നമ്മൾ എന്താണ് അത് അങ്ങനെ കൊണ്ടുപോവുക ചെയ്യുക. നമുക്ക് ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കുട്ടികൾക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ പഠിക്കാനായിട്ടും വീട്ടിലും ഹാപ്പി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഇഷ്യൂസും അതുപോലെ സിബ്ലിങ്സ് തമ്മിലുള്ള ഇഷ്യൂ എല്ലാം എന്താണ് കുട്ടികളെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ ട്രോമയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡ് ആണ്. അത് നമ്മൾ നന്നായിട്ട് ബ്ലോക്ക് ചെയ്യും. നമ്മൾ ഒട്ടും നമ്മുടെ മൈൻഡ് നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല ഇങ്ങനെ സ്ട്രെസ്സും ആങ്സൈറ്റി അനുഭവിക്കുന്ന കുട്ടികൾ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കമ്പാരിസൺ കാര്യങ്ങൾ അല്ലെ, കുറ്റപ്പെടുത്തലുകൾ, ഇവയെല്ലാം എന്താണ് ഇവരുടെ മെൻ്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇത്രയും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് കറക്റ്റായിട്ട് പഠിക്കാനോ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കാനോ മക്കൾക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? നിന്നെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചതെന്നാണ്, ഇങ്ങനെ പഠിപ്പിച്ചതെന്നാണ്, നീ അത് എഴുതിയില്ലാലെ, നീ ഒരു മണ്ടനാണ്, നീ ഒരു പൊട്ടനാണ്. അടുത്തത് ഇട്ട് കൊടുക്കുക, അടുത്ത ഡ്രോമ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് എന്താണ്? എൻ്റെ മകൻ വലിയ ഈ ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവണം. ഈ മണ്ടനും പൊട്ടനും ഇങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാവോ? ആ കുഞ്ഞിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്? നീ മണ്ടനാണ്, നീ പൊട്ടനാണ്, അല്ല നിനക്കൊന്നിനും കഴിയില്ല. അപ്പോ ഇനി നിങ്ങൾ ഇത് അറിഞ്ഞവരാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, വളരെ സ്വീറ്റ് ആയിട്ട് നമുക്ക് പറയാം, കുട്ടികളുടെ അടുത്ത് അവരുടെ തെറ്റുകൾ എന്താണെന്ന് പറയാം. പക്ഷെ അതിനൊക്കെ എന്താണ് നമ്മൾ എപ്പോഴും ഒരു ക്ഷമയോടെ ആവണം കുട്ടികളെ ടേക്ക് കെയർ ചെയ്യേണ്ടത്, കുട്ടികളുടെ അടുത്ത് നമ്മൾ സംസാരിക്കേണ്ടത്. ആദ്യം നമുക്ക് ദേഷ്യം വരും അല്ലേ, നമുക്ക് നമ്മെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പം അങ്ങനെയല്ല, കുട്ടികളെ കുട്ടികളായിട്ട് കാണണം, കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കണം, കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വേർഡ്സിന് നല്ല എനർജി പവർ ഉണ്ട്. നമ്മുടെ ഒരു നോട്ടത്തിന് നമ്മളൊരു എനർജി ബോഡിയാണ്. അപ്പം നമ്മളിൽ നിന്നും പോകുന്ന എനർജി എന്താണോ ആ ഒരു ഇമ്പാക്റ്റ് ആണ് കുട്ടികളിൽ ഉണ്ടാക്കുക. ഓക്കെ, അപ്പം സ്ട്രെസ്സും ആങ്സൈറ്റിയും നമ്മുടെ മെമ്മറി ചാലഞ്ചസിന്, ആ ഒരു ലോ മെമ്മറി പവറിന് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സ്ട്രെസ് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇപ്പം എന്താണ്, ഇതും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യപ്പെടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നൊരു റീസൺ എന്താണ്? ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പ്. കറക്റ്റായിട്ട് ഉറക്കം കിട്ടാത്തൊരവസ്ഥ, അതും ലോ മെമ്മറി പവറിന് കാരണമാണ് അല്ലെ. ഇപ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എന്ത്? സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെ, അല്ലെങ്കിൽ ഗെയിം അഡിക്ഷൻ എന്നൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ ഒരു ഡേ തന്നെ വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത് അല്ലെ. നേരത്തെ ഉറങ്ങാനോ, നമ്മൾ പാരൻസ് പോലും അങ്ങനെയാണ് അല്ല. അത്രയും ഈ ഒരു കൊറോണ കാലത്തിന് ശേഷം നമ്മുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണാണ്. അത്രയും അഡ്വാൻസ്ഡ് ആയി അല്ലേ ഈ ഒരു ലോകം. അപ്പം അത്രയും നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോണുകളുണ്ട്, എപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അഡിക്റ്റഡ് ആണ് ഈ ഒരു ഫോണിന്റെ കാര്യത്തിൽ. നമ്മുടെ മക്കൾ പറയും, നിങ്ങളൊന്ന് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് തന്നെ പറ്റുമോ എന്നുള്ളത് നോക്കുക. എങ്ങനെ അഡിക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ഡേ നിങ്ങളൊരു ഫ്രീ ആയിട്ടുള്ള ഡേ നിങ്ങൾ ഡാറ്റ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആദ്യം അവിടെ റോൾ മോഡൽ ആവേണ്ടത് ആരാണ്? നമ്മളാണ്, പാരൻസ് ആണ്. നമ്മൾ മക്കളോട് പറയുമ്പോൾ മക്കൾ
എന്താ ചെയ്യുക, നമ്മളിലേക്കാ നോക്കുക. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ വീട്ടില് ആരാണ് നമ്മള്? ഒരു രാജ്യത്ത് പ്രധാനമന്ത്രി ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പ്രസിഡന്റ് ഒക്കെ ഉണ്ട് അല്ലെ? അതുപോലെ ഒരു റൂൾസും റെഗുലേഷൻസും ഒക്കെ ആവശ്യമുള്ള ഒരു ഇടമാണ് നമ്മുടെ വീടും. ഇവിടെയുള്ള പ്രൈം മിനിസ്റ്റർ ആരാണ്? പ്രസിഡന്റ് ആരാണ്? നമ്മളാണ്, നമ്മൾ പാരൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഉറക്കത്തിന്റെ കാര്യത്തില് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അഡോളസെന്റ് പ്രായത്തിലൊക്കെ 8 ഹവേഴ്സ് ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് നേരം വൈകി കുട്ടികൾ ഉറങ്ങുന്നു, എന്നിട്ട് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഡേ മൊത്തം അവരെന്താണ്, ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഇൻസഫിഷ്യന്റ് സ്ലീപ്പ് നന്നായിട്ട് ഈ ഒരു മെമ്മറിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം റൂള് കൊണ്ടുവരാം. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക എന്നുള്ള റൂള് വീട്ടിൽ കൊണ്ടുവരാം. അതുപോലെ കുട്ടികളുടെ സ്ക്രീൻ ടൈം നമ്മൾ പയ്യെ 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 കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ഒറ്റയടിക്ക് കുറക്കുക എന്നുള്ളത് ഒട്ടും അപ്ലിക്കബിൾ അല്ല. ഇപ്പം ഒരു 2 hours വാച്ച് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, സ്ക്രീൻ ടൈമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആദ്യത്തെ 1 week അല്ലെങ്കിൽ ഒരു 3 days ഒരു 1.5 hours കുട്ടികൾക്ക് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് കുറച്ച് 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 ഒരു അരമണിക്കൂറിലേക്ക് അത് എത്തിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് നമ്മൾ ചെയ്യണ്ട. നമ്മൾ തീരെ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നമ്മൾ എന്താണ് പടിപടിയായിട്ട് നമ്മൾ ഗ്രാജുവലി അത് കുറച്ച് 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 ഓക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ കുട്ടികളെ ചെയ്യേണ്ടത് കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ മീൻസ് ഇപ്പോൾ ഷോർട്സ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള റീൽസൊക്കെ കാണുന്ന കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് എന്താണ്, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല ഒരു കാര്യത്തിൽ. കാരണം 30 സെക്കൻഡ്സുകളേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ഒരു റീലും. അതിൽ ഓരോ റീലും നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒരേ സ്വഭാവമുള്ള റീൽസാണ് വരിക. അല്ല, അത് സെപ്പറേറ്റ് വേറെ 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 കോണ്ടന്റിലുള്ള റീൽസുകളായിരിക്കും വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിന് ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെടും. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ ഇപ്പം ബാധിക്കുന്ന കാര്യമാണ്. അപ്പം സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം കുറച്ച് നമ്മൾ ആ കാര്യത്തിൽ സോഫ്റ്റായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് 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 ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ചെയ്യുക. ഇത് നമ്മുടെ കുട്ടികളെ ഉറക്കത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മുടെ ഉറങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് സ്വന്തമായിട്ടൊക്കെ ഫോൺ ഉണ്ടെങ്കിൽ ഒരു 10 PM ആകുമ്പോഴേക്കും കുട്ടികളിൽ നിന്നും ഫോണൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ട് അവരെ ഉറങ്ങാനായിട്ട് വിടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക കേട്ടോ. ഒരു റൂൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും വേണം. അപ്പോഴാണ് ആ ഒരു ഒരു അല്ലേ, നമ്മുടെ ഒരു രാജ്യം കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്, ലോസ് ഉണ്ട്, പല ട്രാഫിക് റൂൾസ്, എല്ലാ കാര്യങ്ങളും അത്രയും ഓർഗനൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇല്ലെങ്കിൽ എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് നമ്മുടെ വീടും. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരും പാരന്റ് ആവാൻ ഒരുങ്ങിക്കൊണ്ടല്ല അല്ലെ, പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മളൊക്കെ പാരന്റ് ആയത്. ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത്രയും പ്രിപ്പയർഡ് ആയിട്ടാണോ നമ്മൾ പാരന്റ് ആയത്? ഒന്ന് ടൈപ്പ് ചെയ്യൂ എല്ലാവരും. അല്ല അല്ല, ഒരിക്കലും അല്ല. അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെ, നമ്മളൊരു വീട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യാണ്. ആ ഒരു വീട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു എഞ്ചിനീയറെ പോയി കാണും. അത്രയും ആ ഒരു ഏരിയയിൽ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ പോയി കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലേ? ഒരു വീടിൻ്റെ കാര്യം അല്ലെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും. പക്ഷെ നമ്മൾ അത്രയും റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരന്റിങ്. ഒരു വ്യക്തിയുടെ ലൈഫ് തീരുമാനിക്കുന്നത് ഈ പാരൻസ് ആണ്. പാരൻസ് മാത്രമല്ല, ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അത് ഒരു മെജോറിറ്റി വരുന്നത് ഈ ഒരു പാരൻസിന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാരൻസ് നമ്മൾ ഒരിക്കലും പഠിച്ചിട്ടല്ല പാരന്റിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇനി നമുക്ക് പഠിക്കാൻ പറ്റും.
ഇനി നമുക്ക് പഠിക്കാൻ പറ്റും. ഈ നമ്മൾ പറയും നമ്മുടെ മക്കളൊക്കെ വലുതായി, ഇനിയിപ്പോ നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. നമ്മൾ എന്നും പാരന്റ് തന്നെയാണ്. നമ്മുടെ മക്കൾ എന്നും നമുക്ക് മക്കൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചേഞ്ച് നമ്മളിൽ വരുമ്പോൾ എന്താണ് അവരുടെ മക്കൾക്ക് അവർക്ക് നൽകാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ കൊടുത്ത് 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 പോവുകയാണ്. അങ്ങനെയല്ല, നമ്മളിൽ ചേഞ്ചസ് വരുത്തുക. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിലും ചേഞ്ച് വരും. പിന്നെ ഈ ഒരു ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്താണ് ഈ ഒരു മെമ്മറി ചാലഞ്ചസിന് വരുന്നത്? പ്യുവർ സ്റ്റഡി ഹാബിറ്റ്സ്. കുട്ടികള് എക്സാം വരെ വെയിറ്റ് ചെയ്യുക, പഠിക്കാതെ പോയിട്ട് എക്സാം വരെ വെയിറ്റ് ചെയ്യുക. ഇത് പ്രോക്രാസ്റ്റിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് സ്ട്രെസ്സും കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാതെ വരിക. അതുപോലെ ഒരു മീനിങ്ഫുൾ ലേണിംഗ് ചെയ്യാതിരിക്കുക. മീൻസ് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകാന്നതിന് പകരം നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ടെക്നിക്സ് ഉണ്ട് അല്ലേ ഒരു മീനിങ്ഫുൾ ലേണിങ്ങിന്. അല്ലേ, നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതിയെടുത്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ല, അങ്ങനെ അങ്ങനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഒരുപാട് സമയം പഠിക്കുക എന്നുള്ളതല്ല, ഒരു 2 ഹവേഴ്സ് ഒരു ദിവസം നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് വളരെ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നമുക്കത് കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മീനിങ്ഫുൾ ലേണിംഗ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്? ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ്. ചില സബ്ജക്ട്സിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അതും ഈ ഒരു ലോ മെമ്മറിയിലേക്ക് നയിക്കും. അതിനും ചില റീസൺസ് ഉണ്ട്. സ്പെസിഫിക് സബ്ജക്ട്സിന് അവർക്ക് താല്പര്യമില്ലാതിരിക്കാൻ കാരണം, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്സ്, ഫിസിക്സ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒന്നും ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് ചില പാരൻസിൻ്റെ അടുത്ത് നിന്നുള്ള പാരൻസ് എന്നല്ല, നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നുള്ള കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടാക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ സംസാരിക്കുന്ന മാത്സ് അല്ലേ അത് ബുദ്ധിമുട്ടായിരിക്കും, ഫിസിക്സ് അല്ലേ അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ കേട്ട് കേട്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് വരും അല്ലേ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് നമുക്കൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. അങ്ങനെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ചില സബ്ജക്ട്സ് നമ്മൾ നമ്മൾ ഒന്നുകൂടെ നമ്മളൊന്ന് ഫോക്കസ് കൊടുത്ത് അറ്റൻഷൻ കൊടുത്ത് കുട്ടികളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. നമ്മൾ ഉണ്ടാവാറുള്ളൊരു കാര്യം എന്താണ്? ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാറ്റിവെക്കും, പഠിക്കാതെ അത് മാറ്റിവെക്കും അല്ലേ. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് പഠിച്ച് പോകും. അപ്പം എന്ത് പറ്റും? നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടില്ലാത്ത വിഷയങ്ങളിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ബുദ്ധിമുട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ലോ സ്കോർ ആയിരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുക. അത് കുട്ടിയെ എങ്ങനെ ബാധിക്കും? ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ആങ്സൈറ്റി, ഇപ്പം ചില സബ്ജക്റ്റിനോട് വരുന്ന ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഹീൽ ചെയ്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ലോ സെൽഫ് എസ്റ്റീം, 2 ലോ മെമ്മറി പവർ എന്നുള്ളത്, മെമ്മറി ചാലഞ്ചസ്. ഈ 2 കാര്യങ്ങളിൽ വരുന്ന ഓരോ കാര്യവും നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹീൽ ചെയ്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിയിട്ടുള്ള ട്രോമകൾ അല്ലെ, സ്ട്രെസ്സും ആങ്സൈറ്റി നമ്മൾ നൽകിയതാണ്. അത് ഹീൽ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതും കൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട്. പിന്നെ വരുന്ന എന്താണ്? ഫോബിയാസ്. കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഫോബിയ. പിന്നെ എന്താണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്? പ്രോക്രാസ്റ്റിനേഷൻ. ഒരുപാട് കാര്യങ്ങളുണ്ട്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് അല്ലേ, എല്ലാവരും ഒരേ ഔട്ട്പുട്ടാണ് ആഗ്രഹിക്കുക. ഒരു ബെറ്റർ ലൈഫ്, ബെറ്റർ കരിയർ അവർ നന്നായി കണ്ടാൽ മതി അല്ലേ, അവരൊന്ന് അച്ചീവ് ചെയ്ത് കണ്ടാൽ മതി എന്നുള്ള. അപ്പോൾ അത് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക? കുട്ടികളെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചാറ്റിലൂടെ ചോദിക്കാം. യെസ്, ഞാനാണ് ക്ലാസ് എടുക്കാറ്. സ്റ്റുഡൻസിൻ്റെ EFT ഞാനാണ് ചെയ്യുന്നത്.
ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് +1 ഓൺവേർഡ്സുള്ള കുട്ടികൾക്കാണ്. +1 മുതലുള്ള കുട്ടികൾക്കാണ്. അത് നമ്മൾ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ബാച്ച് നമുക്ക് 7th സ്റ്റാൻഡേർഡ് ടു 7th അല്ല 6th സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെ ആയിരുന്നു. ഒരുമിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ നമുക്ക് എല്ലാ കുട്ടികൾക്കും കൂടെ കൊടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവര് ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് പീരീഡിലുള്ള കുട്ടികളായതുകൊണ്ട് ആ രീതിയിലാണ് അവർക്ക് ക്ലാസ് എടുക്കുക. അപ്പൊ ഇനി വരുന്ന ബാച്ച് വരുന്നത് എന്താണ്, +1 ഓൺവേർഡ്സ് അവിടുന്ന് അങ്ങോട്ടുള്ള ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു കോഴ്സാണ് നെക്സ്റ്റ് വരുന്നത്, 13th വരുന്നത് കേട്ടോ. ടൈം വരുന്നത് ഈവനിങ് 7:30 വൈകുന്നേരം 7:30 സെഷന്റെ ടൈം വരുന്നത്. അതിൽ മെന്റർ സർവീസ് ഉണ്ടാവും. 21 days മെന്റർ സർവീസ്. ഒരു മെന്റർ അല്ലേ, നമുക്ക് നമ്മുടെ കുട്ടികളെ മാനേജ് ചെയ്യാനോ നമ്മളെ കുട്ടികളെ എത്ര നമ്മൾ ശ്രമിച്ചിട്ടും ആ ഒരു റൈറ്റ് വേയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഒരു മെന്ററുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ളൊരു സ്വഭാവം എന്താണ്? കുട്ടികൾക്കുള്ള സ്വഭാവം നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, പുറത്തുള്ള ആളുകൾ പറഞ്ഞാൽ അവർ അനുസരിക്കും അല്ലേ? അങ്ങനെയുണ്ട്. നമ്മളൊരു വാല്യൂ ഉണ്ടാവില്ല കുട്ടികൾക്ക്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് കൊണ്ടുവരാം. 21 days മെന്റർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി നമുക്ക് ആ ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ സർ, ചോദിച്ചോളൂ. ഈ 7:30 ഇത് നടക്കുമ്പോൾ ആ സമയത്ത് മോൾക്ക് റിവിഷൻ ക്ലാസ് ആണ് അവിടെ ട്യൂഷൻ സെന്ററിൽ. അതാണ് ഒരു ഇഷ്യൂ. അതാണ് മോളുടെ കാര്യം നമ്മൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അവൾക്ക് ക്ലാസ് ടെസ്റ്റിലൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ കഴിഞ്ഞു. അപ്പൊ ഇന്നലെ 2-3 ടെസ്റ്റിന്റെ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പേപ്പറിൽ നല്ല ഇംഗ്ലീഷിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞത് മോളെ. അപ്പൊ അവള് നല്ല ഹാപ്പി ആയി. മറ്റേതിൽ കുറച്ച് ഡൗൺ ആണെങ്കിലും അവർക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതെ അതെ, ഓവർകം ചെയ്യാൻ. മോളുടെ കേസിൽ നമുക്കറിയാം ഒരു സ്ലോ ആയിട്ടുള്ള അല്ലേ, ആ ഒരു അറിയാം, നമ്മൾ സംസാരിച്ചതാണ്. റെഡി ആവും കേട്ടോ, റെഡി ആവും. ഹീലിങ്ങിലൂടെ പോവണം. അപ്പൊ നമുക്ക് അതിലെന്താ കാര്യം ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല്, ഒന്നുകിൽ ട്യൂഷൻ ഓൺലൈൻ ആണോ, എന്താണ്? അല്ല, ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ ആണ്. അത് ടൈം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഈവനിങ്ങിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല, അത് പിന്നെ കുറെ കുട്ടികളില്ല അല്ലേ, കുറെ കുട്ടികളുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റെക്കോർഡ്, പക്ഷെ റെക്കോർഡിന്റെ കാര്യത്തിൽ മോളത് വാച്ച് ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷെ ഹീലിംഗ് സെഷനുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. ഇനി ഹീലിംഗിലൂടെയാണ് നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ആ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുക. കാരണം നമ്മുടെ കുട്ടികളുടെ ഉള്ളിലുള്ള പ്രോബ്ലംസ് ഹീൽ ചെയ്യണം. ഇത് തുടങ്ങിയിട്ട് ഒരാഴ്ച ആയേ ഉള്ളൂ. ഇനി 1 മാസം ഉണ്ടാവും. അത് 1 മാസത്തോളം അത് ട്യൂഷൻ ക്ലാസ് ഉണ്ടാവും. അതുകൊണ്ട് നല്ല കാര്യമുണ്ട്, നല്ല ബെനിഫിറ്റ്, നല്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോ നമുക്ക് സംസാരിക്കാം കേട്ടോ. 10 വയസ്സിനുണ്ടോന്ന് ചോദിക്കുന്നത്, 10 വയസ്സിനുള്ള അല്ല, നമ്മൾ 6th സ്റ്റാൻഡേർഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 10 വയസ്സിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാരൻസിന്റെ ആങ്സൈറ്റി ആണ് വല്ലാത്തൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. പാരൻസിന്റെ ഒരു ആങ്സൈറ്റി കുട്ടികളെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ വളരെ പെട്ടെന്ന് ഓക്കെ ആവും. ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആശംസിക്കുകയാണ്.